അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരായ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മടക്കി. കൂടുതൽ വ്യക്തത വരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അൺഫ്ലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫ്ലിറ്റ്, ഇപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഈ ഒരു ക്ലീൻ ചിറ്റ് മടക്കി നൽകാൻ വിജിലൻസ് ഡയറക്ടറെ കാരണമായിരിക്കുന്നത്? എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? കാർത്തിക, ADGP എം.ആർ. അജിത് കുമാറിനെതിരെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് കാട്ടി PV അൻവർ MLA ആയിരുന്നു അന്ന് വിജിലൻസിന് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് കാരണമായി PV അൻവർ എന്ന് ചൂണ്ടിക്കാട്ടിയത് തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം തന്നെ കൊട്ടാര സമാനമായ ഒരു ബംഗ്ലാവിന് സമാനമായ ഒരു വീട് അദ്ദേഹം പണി കഴിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കോടികൾ ആസ്തി വരുന്നതാണ് ആ സ്ഥലം പോലും. ആ സ്ഥലത്ത് കോടികൾ വിലമതിക്കുന്ന ഒരു കെട്ടിടം അദ്ദേഹം പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് അനധികൃതമായി അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചതാണ്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു PV അൻവർ പരാതി നൽകിയത് വിജിലൻസിന്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് അന്വേഷിക്കുകയും ഈ അന്വേഷണത്തിനൊടുവിൽ അനധികൃതമായി എം.ആർ. അജിത് കുമാർ സമ്പാദിച്ചു എന്ന് കണ്ടെത്താനായില്ല എന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. അതായത് പൂർണ്ണമായും എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടായിരുന്നു അന്ന് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത്. ഈ എം.ആർ. അജിത് കുമാർ പണിയെഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 3 നില കെട്ടിടമായിരുന്നു. അതായത് താഴത്തെ നില കാർ പാർക്കിംഗ് ഉൾപ്പെടെ 3 നില കെട്ടിടമായിരുന്നു പണിയെഴുപ്പിച്ചത്. ഇതിന് താൻ SBI നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്തായിരുന്നു ഇത് പണിയെഴുപ്പിച്ചതെന്നായിരുന്നു എം.ആർ. അജിത് കുമാർ എന്ന് മൊഴി നൽകുകയും മാത്രവുമല്ല ഈ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് യഥാസമയം തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ സർക്കാരിനെ താൻ ബോധിപ്പിച്ചിരുന്നു എന്നും ഈ അന്വേഷണ സംഘത്തിന് അദ്ദേഹം മൊഴി നൽകിയിരുന്നു. ബാങ്ക് വായ്പയുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇതൊക്കെ വിശദമായി പരിശോധിച്ചിട്ടാണ് ഈ എം.ആർ. അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മടക്കി അയച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തണം, കൂടുതൽ കൃത്യത വരുത്തേണ്ടതുണ്ടെന്നും അതുകൊണ്ട് കൂടുതൽ ഫയലുകളുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ ആ ക്ലീൻ ചിറ്റ് നൽകിയ നടപടി അല്ലെങ്കിൽ ആ റിപ്പോർട്ട് മടക്കി അയച്ചിരിക്കുന്നത്. തീർച്ചയായും എം.ആർ. അജിത് കുമാർ നിലവിൽ ഇപ്പോൾ ADGP ആണ്. അദ്ദേഹത്തെ ക്രമസമാധാനം ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ പിന്നാലെ തന്നെ ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായി എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി അദ്ദേഹം പോലീസ് ബറ്റാലിയന്റെ ADGP ആണ് നിലവിൽ അദ്ദേഹം. ഈ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെയും ഇദ്ദേഹം ADGP എം.ആർ. അജിത് കുമാറിനെ DGP ആക്കി സ്ഥാനക്കയറ്റം നൽകി മന്ത്രിസഭ ശുപാർശ നൽകുകയും ചെയ്തിരുന്നു. ആ സമയത്ത് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥന് DGP ആയി ശുപാർശ നൽകുന്നതിൽ തെറ്റില്ല എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി മന്ത്രിസഭയ്ക്ക് ശുപാർശ നൽകുകയൊക്കെ ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ക്ലീൻ ചിറ്റ് നൽകിയ നടപടി ആ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ ഡയറക്ടർ മടക്കി അയച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് എം.ആർ. അജിത് കുമാറിന് തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്.